Okay students, now we are moving on to the next topic of the fourth module. During last session we were talking about the speed control of induction motor by stator voltage control. ഇന്ന് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് ടെക്നിക്കാണ് സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോൾ. സോ സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോൾ ഈസ് ഓൾസോ a method which is used to control the speed of induction motor. അപ്പോൾ എങ്ങനെ ഫ്രീക്വൻസി വേരി ചെയ്ത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നുള്ളത് വരും സ്ലൈഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എങ്ങനെ ഫ്രീക്വൻസി സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. ദാറ്റ് ഇസ് വെരി വെൽ എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇക്വേഷൻ നമ്പർ 1 ns is equal to 120f/p. അതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. വേർ ns is the speed of the rotating magnetic field, also known by the name synchronous speed. F is the supply frequency and p is the number of poles. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രീക്വൻസി എങ്ങനെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നുള്ളത്. ഫ്രീക്വൻസി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ് മാറും. സിങ്ക്രണസ് സ്പീഡ് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾഡ് ആവും. പക്ഷേ നമുക്ക് ഫ്രീക്വൻസി മാത്രമായിട്ട് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു കൺസിഡർ സർട്ടൻ ക്രൈറ്റീരിയാസ് ആൻഡ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇക്വേഷൻ 2 and 3. ഇക്വേഷൻ നമ്പർ 2 E1 is equal to 4.44 kW1 f psi T1. അതിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് that is actually the EMF equation of the stator of an induction motor. അതെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഇക്വേഷൻ തന്നെയാണ്. സിമിലർ ടു ദി ട്രാൻസ്ഫോമർ EMF ഇക്വേഷൻ തന്നെയാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFിൻ്റെ ഇക്വേഷനും. ബിക്കോസ് ബേസിക് പ്രിൻസിപ്പിൾ ഈസ് സിമിലർ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് EMF ഇക്വേഷനും സെയിം ആണ്, ട്രാൻസ്ഫോമറിൻ്റെയും ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും. അപ്പം ഇതിനകത്ത് ഈ ഇക്വേഷൻ നമ്പർ 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സൈ അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ്. അതിനെ നമുക്ക് ഫൈ എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, ഫ്ലക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ സൈ എന്ന് പറയുന്ന ആ ഒരു ടേം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് എപ്പോഴും അതെന്ന് പറയുന്നത് നമ്മുടെ റേറ്റഡ് ഫ്ലക്സ് എപ്പോഴും ഇൻഡക്ഷൻ മോട്ടറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്ക് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. If the flux value is maintained above the rated value, what happens is it will be leading to magnetic saturation, which further leads to losses. ഫ്ലക്സിൻ്റെ വാല്യൂ റേറ്റഡ് വാല്യൂവിനെക്കാട്ടി കൂടുതലായി കഴിഞ്ഞാൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ ഉണ്ടായിട്ട് ലോസസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലക്സിൻ്റെ വാല്യൂ കുറയാനും പാടില്ല. ഫ്ലക്സിൻ്റെ വാല്യൂ കുറഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിനെ റൺ ചെയ്യിക്കേണ്ട ആവശ്യമായിട്ടുള്ള ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഗുഡ് റണ്ണിംഗ് കണ്ടീഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ദാറ്റ് ഫ്ലക്സ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് എ കോൺസ്റ്റന്റ് വാല്യൂ ഓർ എ റേറ്റഡ് വാല്യൂ. അങ്ങനെ കോൺസ്റ്റന്റ് ആക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് E/F റേഷ്യോ കോൺസ്റ്റന്റ് ആക്കാന്നുള്ളതാണ്. സോ വൈ ലുക്കിംഗ് ഇൻ ടു ദി ഇക്വേഷൻ നമ്പർ 2, ഇതിൽ 4.44 is a constant, Kw1 is a constant and T1 that is turns per phase is also a constant. അപ്പം നമുക്ക് സൈനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരി ചെയ്യിക്കാൻ പറ്റുന്ന ഏക പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF E1, സപ്ലൈ ഫ്രീക്വൻസി എഫ് ആണ്. സോ ഈ ഫ്രീക്വൻസീനെ നമുക്ക് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ വി കൻ റൈറ്റ് E1/F പ്രപ്പോർഷണൽ ടു സൈ. ആ E1ഓ എഫോ E1ഉം എഫും ഒരേപോലെ വേരി ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്ലക്സിനെ റേറ്റഡ് വാല്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് V/F കൺട്രോൾ വിച്ച് വിൽ ബി എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. പക്ഷേ നമുക്ക് ഇത് പറഞ്ഞാൽ മാത്രമേ എങ്ങനെ ഫ്രീക്വൻസി കൺട്രോൾഡ് ആവുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫ്രീക്വൻസിനെ മാത്രമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പകരം വോൾട്ടേജിനെയും കൂടെ കൺട്രോൾ ചെയ്താൽ മാത്രമേ സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ മോട്ടറിനെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ V/F കൺട്രോളും കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കും. സോ ആസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്സ്, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വോൾട്ടേജും ചേഞ്ച് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി സപ്ലൈ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വേരിയബിൾ വോൾട്ടേജ് പവർ സോഴ്സ് അവിടെ റിക്വയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേരിയബിൾ ഫ്രീക്വൻസി സപ്ലൈ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള 3 മെയിൻ ഇമ്പോർട്ടൻറ്റ് കൺവേർട്ടേഴ്സ് ആണ് നെക്സ്റ്റ് അതിനെപ്പറ്റി പഠിക്കാനുള്ളത്. So the 3 main converters is very familiar to you people, that is voltage source inverter, current source inverter and cycloconverter. അപ്പോൾ ഈ 3 കൺവേർട്ടേഴ്സും വെച്ച് നമുക്ക് വേരിയബിൾ ഫ്രീക്വൻസി സപ്ലൈ നമുക്ക് കിട്ടും. So in order to obtain the variable frequency, the 3 methods എന്ന് പറയുന്നത് ഒന്ന് using an inverter,
or using a cycloconverter. Inverter and രണ്ടെണ്ണം ഉണ്ട്, voltage source inverter ഉണ്ട്, current source inverter ഉണ്ട്. So inverter is actually a DC to AC converter and it converts fixed DC voltage to fixed or variable AC voltage, but the frequency is variable. Fixed AC അല്ലെങ്കിൽ ഫിക്സഡ് അല്ലെങ്കിൽ വേരിയബിൾ AC വോൾട്ടേജ് ആകാം, വോൾട്ടേജ് ഫിക്സഡോ വേരിയബിളോ ആകാം, പക്ഷേ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫ്രീക്വൻസി എപ്പോഴും വേരിയബിൾ ആയിരിക്കും ഇൻവെർട്ടറിനകത്ത്. അതേപോലെ തന്നെ സൈക്ലോ കൺവേർട്ടർ ഈസ് ആൻ AC ടു AC കൺവേർട്ടർ. അവിടെ കൺവേർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീനെ, AC ഫ്രീക്വൻസീനെ വേരിയബിൾ വോൾട്ടേജ് ആൻഡ് വേരിയബിൾ ഫ്രീക്വൻസി. സോ അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജും വേരിയബിൾ ആയിരിക്കും, ഫ്രീക്വൻസിയും വേരിയബിൾ ആയിരിക്കും. ഇനി നമുക്ക് എന്തിനാണ് നമുക്ക് വേരിയബിൾ ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ ദി ഗുഡ് റണ്ണിങ് കണ്ടീഷൻ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് ഓൾസോ ഇറ്റ് എയ്ഡ്സ് ദി ട്രാൻസിയൻ പെർഫോമൻസ്. സഡൻ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ആണെങ്കിൽ ദി മോട്ടർ വിൽ ബി റണ്ണിങ് ഇൻ എ സ്മൂത്ത് കണ്ടീഷൻ. ഇനി സൈക്ലോ കൺട്രോൾഡ് കൺവേർട്ടർ ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ഫോർ ലാർജ് പവർ ഡ്രൈവ്സ് ആൻഡ് ഓൾസോ ടു ഒബ്റ്റെയിൻ ലോവർ സ്പീഡ്സ്. Now coming to cycloconverter individually. Cycloconverter, as I explained before, it is actually an AC to AC converter. അതായത് ഫിക്സഡ് ആയിട്ടുള്ള AC വോൾട്ടേജിനെ വേരിയബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ആക്കി മാറ്റും, അറ്റ് ദ സെയിം ടൈം വേരിയബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ AC-നെ AC ആക്കി തന്നെ കൺവേർട്ട് ചെയ്യുന്നു, ഫിക്സഡ് ആയിട്ടുള്ള AC-നെ വേരിയബിൾ ആയിട്ടുള്ള AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഔട്ട്പുട്ട് കിട്ടുന്ന AC-ക്കകത്ത് വോൾട്ടേജും വേരി ചെയ്യും, അറ്റ് ദ സെയിം ടൈം ഫ്രീക്വൻസിയും വേരി ചെയ്യും. ഇനി നമുക്ക് ഈ സൈക്ലോ കൺവേർട്ടേഴ്സ് ലോ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ലോ ഹാർമോണിക് കണ്ടന്റ്. ഹാർമോണിക് കണ്ടന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ മൾട്ടിപ്പിൾ കോമ്പണൻസ് ഓഫ് ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ പലതരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോമ്പണൻസിനെയാണ് ഹാർമോണിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൈക്ലോ കൺവേർട്ടർ ലോ ഫ്രീക്വൻസിയിലായിരിക്കും എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ലോ ഫ്രീക്വൻസി ആകുന്നതോടൊപ്പം തന്നെ ഹാർമോണിക് കണ്ടന്റ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഹാർമോണിക് കണ്ടന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് സൈക്ലോ കൺവേർട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് വേരിയബിൾ ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഹിയർ ദ മാക്സിമം സ്പീഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 40% ഓഫ് സിങ്ക്രണസ് സ്പീഡ്. സിങ്ക്രണസ് സ്പീഡിൻ്റെ 40% വരെ നമുക്ക് സ്പീഡിനെ മാക്സിമം വാല്യൂ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോളർ ഫ്രീക്വൻസി വേരിയേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ദിസ് ഇസ് യൂസ്ഡ് ഫോർ വെരി ലോ സ്പീഡ് ലാർജ് പവർ ആപ്ലിക്കേഷൻസ് ലൈക്ക് ബോൾ മിൽസ്, സിമെൻറ്റ് ഫാക്ടറി എക്സെട്ര. ഇനി ഈ ഡ്രൈവിന് തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ദിസ് ഇസ് ദ ഡയഗ്രാം ഫോർ സൈക്ലോ കൺവേർട്ടർ. ഇവിടെ നമ്മൾ ഇൻപുട്ടിലും AC കൊടുക്കുന്നുണ്ട്, ഔട്ട്പുട്ടിലും AC ആണ് കിട്ടുന്നത്. ആ ഔട്ട്പുട്ടിൽ കിട്ടുന്ന AC എന്ന് പറയുന്നത് വേരിയബിൾ വോൾട്ടേജ്, വേരിയബിൾ ഫ്രീക്വൻസി ആയിരിക്കും. ആ വേരിയബിൾ വോൾട്ടേജ്, വേരിയബിൾ ഫ്രീക്വൻസി AC സപ്ലൈ ആയിരിക്കും നമ്മൾ ഏത് മോട്ടറിനെയാണോ കൺട്രോൾ ചെയ്യേണ്ടത്, ഏത് ഇൻഡക്ഷൻ മോട്ടറിനെയാണോ കൺട്രോൾ ചെയ്യേണ്ടത് അതിനകത്തോട്ട് കൊടുക്കുന്ന സപ്ലൈ. ഇൻപുട്ട് ഓഫ് സൈക്ലോ കൺവേർട്ടർ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ളത്, വേരി ചെയ്യാതെ AC സപ്ലൈ ആയിരിക്കും. പക്ഷേ സൈക്ലോ കൺവേർട്ടറിനകത്തോട്ട് അത് കൊടുക്കുമ്പോൾ ദാറ്റ് കൺവേർട്സ് ദാറ്റ് fixed AC voltage into variable voltage and variable frequency supply, and that is given to the induction motor for which the speed is to be controlled. So now moving on to inverters, which is familiar to you people. ഇൻവെർട്ടേഴ്സിനകത്ത് രണ്ട് കൺവേർഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. വൺ ഇസ് റെക്ടിഫിക്കേഷൻ ആൻഡ് ദി അതർ ഇസ് ഇൻവേർഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എപ്പോഴും AC ആയിരിക്കും. ആ AC-നെ നമ്മൾ DC ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് AC സപ്ലൈ ഇൻ ടു DC ഈസ് വാട്ട് ഈസ് കോൾഡ് as rectification, and that DC is again converted into AC, and that is done by the process known as inversion. So overall inverters nathe two conversions, rectification as well as inversion, where rectification is the conversion of supply AC to DC and inversion is the conversion of rectified DC to AC. In inverters തന്നെ രണ്ടെണ്ണം ഉണ്ട്. That also you have learned in the last semester. They are voltage source inverter and current source inverter. ഇനി റെക്ടിഫയർ ക്യാൻ ബി കൺട്രോൾഡ് ഓർ അൺകൺട്രോൾഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കൊടുക്കുന്ന സപ്ലൈ ആയിട്ടുള്ള AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള റെക്ടിഫയർ ഉപയോഗിക്കാം,
ഫോർ എക്സാമ്പിൾ നമുക്ക് തൈറിസ്റ്റേഴ്സ് വെച്ച് ഗേറ്റ് ഉള്ള തൈറിസ്റ്റേഴ്സ് വെച്ച് നമുക്ക് എ സിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാം. അതല്ല വിത്തൗട്ട് ഗേറ്റ്, അതായത് നമുക്കിപ്പോൾ ഡയോഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എ സിനെ ഡി സി ആക്കി കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അതാണ് അവിടെ മീൻ ചെയ്യുന്നത് കൺട്രോൾഡ് ഓർ അൺകൺട്രോൾഡ്. ബൈ യൂസിങ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് വി ആർ യൂസിങ് തൈറിസ്റ്റേഴ്സ്. ബൈ യൂസിങ് അൺകൺട്രോൾഡ് റെക്ടിഫയേഴ്സ് വി മേ ബി യൂസിങ് ഡയോഡ്സ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ PWM ടൈപ്പ് ആകാം അല്ലെങ്കിൽ സ്ക്വയർ വേവ് ടൈപ്പ് ആകാം. അത് നമ്മൾ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻവെർട്ടേഴ്സിനകത്ത് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചതാണ് പൾസ് വിത്ത് മോഡുലേറ്റഡ് കൺവെർട്ടർ, വിച്ച് ഇൻക്ലൂഡ്സ് സിനസോഡൽ പൾസ് വിത്ത് മോഡുലേഷൻ, സിംഗിൾ പൾസ് വിത്ത് മോഡുലേഷൻ, മൾട്ടിപ്പിൾ പൾസ് വിത്ത് മോഡുലേഷൻ എക്സെട്ര ഡ്യൂറിങ് ദി ലാസ്റ്റ് സെമിസ്റ്റർ. അപ്പോൾ ഇൻവെർട്ടേഴ്സിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും നമുക്ക് സൈമിൾട്ടേനിയസ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. So in this figure, while explaining block wise, നമ്മൾ ആദ്യം സപ്ലൈ കൊടുത്തു, 3 ഫേസ് AC സപ്ലൈ കൊടുത്തു. ആ AC സപ്ലൈനെ നമ്മളൊരു അൺകൺട്രോൾഡ് ഓർ കൺട്രോൾഡ് റെക്ടിഫയറിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് DC ആക്കി മാറ്റും. DC ആക്കി മാറ്റിയിട്ട് അതൊരു LC ഫിൽറ്റർ അത് സ്മൂത്തൻ ചെയ്തതിന് ശേഷം ആ DCനെ നമുക്ക് കിട്ടുന്ന റെക്ടിഫൈഡ് DCനെ നമ്മൾ ഇൻവെർട്ടറിനകത്തോട്ട് കൊടുത്തു. ഇൻവെർട്ടറിനകത്തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേരിയബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആയിരിക്കും. വോൾട്ടേജ് വേരി ആകാം അല്ലെങ്കിൽ ഫിക്സഡ് ആകാം, പക്ഷേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫ്രീക്വൻസി എന്താണെങ്കിലും വേരിയബിൾ ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഗിവൻ ടു ദി ഇൻഡക്ഷൻ മോട്ടർ. അതിനെ അങ്ങനെ നമ്മൾ സ്പീഡിനെ കൺട്രോൾ ചെയ്യും.